അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ ഒരു നല്ല അടി കിട്ടി എന്ന് പറഞ്ഞാൽ 26 എന്ന അക്കത്തിലേക്ക് ഇടിഞ്ഞ് താഴേക്ക് പോയ ഒരു പതനത്തിൽ അല്പ ദിവസം നിശബ്ദരായിരുന്നെങ്കിലും പെട്ടെന്നൊരു ഊർജമായി ഇപ്പോൾ കോൺഗ്രസിലെ ഈ തമ്മിലടി CPM-ന് മാറിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ അടങ്ങിയിരുന്ന പലരും ഇപ്പോൾ പ്രതികരിക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്ര വലിയ വിധി ഉണ്ടായിട്ടും 102 എന്ന ഒരു വലിയ സംഖ്യ കിട്ടിയിട്ടും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കാകുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് ഞങ്ങളായിരുന്നില്ലേ ഭേദം എന്ന ചോദ്യം കൂടി അവിടെ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഒരു ഊർജമായിരിക്കുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്, അല്ലേ? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നോക്കൂ, അപ്പുറത്ത് നിൽക്കുന്ന വീക്ക്നെസ് ഞാൻ മറ്റൊരു ചർച്ചയിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വീക്ക്നെസ് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ ശരിയാണ്. ഇപ്പം പ്രത്യേകിച്ച് അതിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നോക്കൂ രാജു, താങ്കളുടെ ചോദ്യത്തിൻ്റെ സബ്സ്റ്റൻസിലേക്ക് ഞാൻ വരാം. വീക്ക്നെസ് കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അടിസ്ഥാനപരമായി വരുന്നത്. ഞാൻ മറ്റ് ഒരു രീതിയിലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് വളരെ മനോഹരമായ ഒരു വിജയം UDF-ന് കിട്ടിയുണ്ടായി. അതിനുശേഷം ഇപ്പം 9-ാം തീയതിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് 9 ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് 10-ാം തീയതി വന്ന് നിൽക്കുമ്പം ഇത്ര ഒരു വലിയ ഒരു ഡിലേ ഉണ്ടായി എന്നുള്ളൊരു ധാരണ എനിക്കില്ല, സത്യമായിട്ടുമില്ല. കാര്യം ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ജനാധിപത്യപരമായ ഒരു പ്രക്രിയക്കകത്ത് ഒരു 4-5 ദിവസം വൈകി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. ഇവർ തമ്മിലുണ്ടാകുന്ന തർക്കത്തിന് കാരണം എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവർ ഇത്ര ദിവസം എടുത്തിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ളത് രമേശ് ചെന്നിത്തലയാണോ VD സതീശനായിരുന്നോ എന്നുള്ള തർക്കമായിരുന്നു ഇവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നമുക്ക് ആ തർക്കത്തെ നമുക്ക് കണ്ടോൺ ചെയ്യാമായിരുന്നു. അതിന് നമുക്ക് ന്യായമുള്ളതാണ് എന്ന് വേണേൽ പറയാമായിരുന്നു. കാര്യം മുൻ പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അവർക്ക് ഒരു ലെജിറ്റിമേറ്റ് ക്ലെയിം ഈ രണ്ടു പേർക്കും ഈ കാര്യത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. പക്ഷെ അതേ സ്ഥാനത്ത് നോക്കൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന ഒരു വിഷയം, നമ്മൾ CPI-യുമോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് പറയുന്ന ഞാൻ പോലും പല സന്ദർഭങ്ങളിൽ ഉയർത്തിയൊരു വിഷയം, വേണുഗോപാൽ ഒരു കാരണവശാലും കേരളത്തിൽ പാർലമെന്റിൽ സീറ്റിൽ ആലപ്പുഴയിൽ മത്സരിക്കരുതായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. കാരണം അതുവഴി ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഗുരുതരമായ ഒരു പ്രശ്നം, രാജസ്ഥാനിൽ സീറ്റ് ഒഴിയും, ആ സീറ്റിൽ രാജ്യസഭാ സീറ്റിൽ BJP പോകും. അത് അഡീഷണലായിട്ട് BJPക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടാകും. അത് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമല്ല, അത് BJPയെ സഹായിക്കലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് യഥാർത്ഥത്തിൽ VC വേണുഗോപാൽ അല്ലാതെ വേറെ ആർക്കും അവിടെ ജയിക്കാൻ പറ്റില്ല, ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഈ പറയുന്ന അദ്ദേഹം ലോക്സഭയിൽ തന്നെ ഉണ്ടാകണം എന്നൊക്കെയുള്ള നറേറ്റീവ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടു നിർത്തി. അന്നും ഇന്നും എന്നും ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. നോക്കൂ, അദ്ദേഹത്തിന് പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനവും മോഹവും വരുന്നു. ഈ പറയുന്ന വിഷയത്തിനകത്ത് നോക്കൂ, 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. 2 പേരായിരുന്നെങ്കിൽ ഈ ഡിലേ നമുക്കങ്ങ് ഞാനതാ പറഞ്ഞ കണ്ടോൺ ചെയ്യാമായിരുന്നു. അപ്പം ഒരു കാരണവശാലും ഇവിടേക്ക് വരാൻ പാടില്ലാത്ത ഒരാൾ, നിങ്ങൾ ഒരു ലാർജർ പർപ്പസ് ഡിഫൈൻ ചെയ്ത ശേഷം, നിങ്ങൾ മറ്റൊരു പർപ്പസിൽ നിങ്ങൾ ഇടപെട്ട ശേഷം നിങ്ങൾ പിന്നെ വന്നിട്ട് പറയുകയാണ് എനിക്ക് മുഖ്യമന്ത്രിയാകണം. അതിനകത്തൊരു പ്രശ്നമുണ്ട് സ്മൃതി. ഞാൻ പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്ന്, രാജുവിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ വിഷയത്തെ എല്ലാം ഒരു അങ്കുലം മാറി നിന്ന് കാണുന്ന മറ്റ് മേഖലയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ ഇടപെടണോ എന്നൊരാൾ ചോദിച്ചാൽ ഞാൻ കൈമലത്തി കാണിക്കത്തുള്ളൂ. പക്ഷേ ഒരു അനീതിയുടെ ഒരു എലമെന്റ് ഇതിനകത്ത് വരുമ്പം ആ അനീതിക്കെതിരെ ശബ്ദം ഉയർത്താനുള്ള മാന്യമായ ബാധ്യത ഒരു പൗരൻ എന്നുള്ള രീതിയിലുണ്ട്, ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഉള്ളതുകൊണ്ടാണ് ഇത് ശബ്ദം ഉയർത്തുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരിൽ ഈ മുൻപന്തിയിൽ നിൽക്കുന്ന ആള് VD സതീശനാണ്. എനിക്ക് അതിനകത്തൊരു സംശയമില്ല കാര്യത്തിൽ. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. കാര്യം അതാണ് സത്യം. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ മീഡിയ വണിലെ ചർച്ചയ്ക്ക് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്, KC വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ഭൂമി സത്യത്തിൽ കേരളമായിരുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന ആലപ്പുഴയിൽ നിന്ന് ജയിച്ചെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾക്ക് ഈ രാജ്യത്ത് മൊത്തം ദൗത്യമുണ്ട് എന്ന് പറയുന്നത് പോലെ കേരളവും അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യഭൂമിയാണ്, അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയാണ്. പല സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയാണെങ്കിൽ അതുപോലൊരു കർമ്മഭൂമി മാത്രമാണിത്.
അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി കോൺഗ്രസിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അവരുടെ അധികാരത്തിലെത്തിക്കാനായിരിക്കാം അദ്ദേഹം ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പം എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? ആ ചെയ്തതിനകത്താണ് ഇൻജസ്റ്റിസ് ഉള്ളത്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. സോണിയാഗാന്ധിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ്. അപ്പം ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് തന്നെ ഒരു വലിയ ഇടപെടൽ നടത്തുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ലീവേ കിട്ടും, നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടും. ആ എഡ്ജ് നിങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണ്. എന്താണ്? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം നിങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നു. അതല്ലേ വി ഡി സതീശന് 5 വർഷം പ്രതിപക്ഷ നേതാവായി ഇരുന്ന ആൾക്ക് റിപ്പോർട്ടറിന്റെ വാർത്തകൾ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആദ്യം 10 MLA പോലും ഇല്ല, 6 MLA മറ്റോ ഉള്ളൂ വി ഡി സതീശന്റെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിൽ 10 പേരോ മറ്റോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ 10ഉം 6ഉം 16 കഴിഞ്ഞ് ബാക്കിയുള്ളവർ മൊത്തം കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് താല്പര്യമുള്ള, ഇദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രം നിർത്തുകയും ആ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി ദുർവിനിയോഗം ചെയ്തു. അത് നോക്കൂ, വിന്നബിൾ ആയിട്ടുള്ള ആളെ നിർത്തുന്നതിൽ തെറ്റില്ല, എല്ലാവരും ജയിച്ചിട്ടുമുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യുമ്പം, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഈ MLA വഴി ക്ലെയിം ചെയ്യുമ്പം സംഭവിക്കുന്നത്, നിങ്ങൾ നിർത്തിയത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ആ പദവി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തിയതാണെന്നൊരു തോന്നൽ വരും. പുറത്തുവന്ന കണക്കുകൾ പല രൂപത്തിലാണ് കേട്ടോ. പല രൂപത്തിലെ കണക്കുകൾ വന്നു. അതിനിടയ്ക്ക് വന്ന ഒരു കണക്കാണ് ഈ 6 എന്നൊക്കെയുള്ള കണക്ക്. അത് ആധികാരികവും ഉറപ്പിക്കാവുന്ന ഒന്നുമല്ല. അതെ, അത് ആധികാരികമാണേലും അല്ലേലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനായിട്ട് അല്ലെ, മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ സി വേണുഗോപാൽ ഇപ്പൊ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അത് തന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ കൂടി 1 MLA ഉള്ളോ 2 MLA ഉണ്ടോ എന്നുള്ളത് അടുത്ത പ്രശ്നമാണ്. അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്യാൻ തന്നെ പാടില്ല. അപ്പൊ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പോയിന്റ്, അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുകയും അവർ ജയിക്കുകയും അദ്ദേഹത്തിനോടുള്ള ബന്ധത്തിന്റെ ഭാഗമായി സീറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് പിന്നെ അവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് രാഷ്ട്രീയമായി അതൊരു ഇൻഡീസെന്റ് ആണ്. ജനാധിപത്യ രീതിയിൽ എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് ജനാധിപത്യം എന്ന ഒരു ചോദ്യം അത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതാണ്. പക്ഷേ ഇപ്പോൾ NDTV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ ചോയ്സ് കെ സി വേണുഗോപാലാണെന്ന് കേൾക്കുന്നു. ഖാർഗെയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് കെ സിയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് പറയുന്നു. ഇതും ഈ പറയുന്ന അനുമാനങ്ങളാണ്. ആ കൂടിക്കാഴ്ചയിൽ സോഴ്സസ് ആയിട്ട് എന്ന് പറഞ്ഞു, ഈ സോഴ്സ് എവിടെ നിന്ന് വരുന്ന സോഴ്സ് ആണെന്നുള്ള ചോദ്യമുണ്ട്. ഒരേ സോഴ്സിൽ നിന്ന് മാത്രമാണോ വാർത്തകൾ വരുന്നത് എന്നുള്ള സംശയമുണ്ട്. ഇതൊക്കെ ഉണ്ട് ഒരു പ്രശ്നം. പക്ഷെ NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഇപ്പോൾ ഞാൻ നോക്കൂ സ്മൃതി, അനീതി എന്ന് പറഞ്ഞാൽ അനീതിക്ക് വേറൊരു കാര്യമില്ല. അതിന് 2 സൈഡില്ല. അനീതിയാണെന്ന് പറഞ്ഞാൽ അനീതിയാണ്. നിങ്ങൾക്കിപ്പം ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല, അതൊക്കെ പോസിബിളാണ്. ചിലപ്പം കണ്ടസ്റ്റ് ചെയ്യാൻ വരുന്ന വേറെ മറ്റൊരാൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ആരെ കൊടുക്കണം എന്നുള്ളൊരു സംശയം വരും. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണോ വി ഡി സതീശന് കൊടുക്കണോ എന്നുള്ളത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെയും കേരളത്തിലെ കോൺഗ്രസ് KPCCയുടെയും തർക്ക വിഷയമായിരുന്നുവെങ്കിൽ അത് ന്യായമുള്ള തർക്ക വിഷയമാണെന്ന് ആർക്കും പറയാൻ കഴിയും. അതേ സ്ഥാനത്ത് അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് എൻ്റെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആൾക്കാർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും സീറ്റ് കൊടുക്കുകയും ആ സീറ്റിലുള്ളവർ പിന്നീട് അവർക്ക് എങ്ങനെ മാറ്റി പറയാൻ പറ്റും? ഒന്നത്. 2, കെ സി വേണുഗോപാൽ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കെ സി വേണുഗോപാലിനെ വെറുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം സത്യത്തിൽ ഈ MLA നടത്തിക്കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ പ്രശ്നത്തിലാവുന്നതുകൊണ്ട് ഈ പറയുന്ന ആളുടെ പേര് തന്നെ എഴുതി കൊടുക്കും. അത് അനീതിയാണ്. ഈ സമയം നമ്മൾ വി ഡി സതീശനോടോ രമേശ് ചെന്നിത്തലയോടോ ഒപ്പം നിൽക്കേണ്ടത് ന്യായമാണ്. രാഷ്ട്രീയ ഭാവി കരുതിയുള്ള കണക്കാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം. ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.